ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നല്ല ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ നടന്നത് എന്ന്. അപ്പോൾ ഇപ്പോഴും അവർ തമ്മിൽ നല്ല രീതിയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണോ പോകുന്നത്, അതോ ഞാൻ ഇന്നലത്തെ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ വഴക്കിട്ട് പിരിഞ്ഞോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വന്തം ഫാമിലി ആയിരിക്കാം, ഇല്ല എങ്കിൽ അതർ സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ല എങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം. ആരായിക്കൊള്ളട്ടെ, ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുമായിട്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പ്രോബ്ലം വരത്തില്ലേ, തേർഡ് പാർട്ടി പ്രോബ്ലം സൃഷ്ടിക്കത്തില്ലേ. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പഴയതുപോലെ ഒരു സ്നേഹവും തേർഡ് പാർട്ടിയോടില്ല. ഇവർ സ്വയം ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ആകണമെന്ന്. ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാവും, അതായത് ഞാനാണ് തേർഡ് പാർട്ടി, അവരെ ഒരിക്കലും ഇവർ ഉപേക്ഷിക്കത്തില്ല, എന്നെയായിരിക്കും ഉപേക്ഷിക്കാൻ പോകുന്നത്, എന്നോടല്ല എൻ്റെ പേഴ്സണ് സ്നേഹം തേർഡ് പാർട്ടിയോടാണ് എന്നൊക്കെ നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചില്ലേ. അത് ചിലപ്പോൾ ഇവരുടെ കരിയർ വരെ ആയിരിക്കാം തേർഡ് പാർട്ടി. ചില പേഴ്സണുണ്ട് കരിയറിന് ഭയങ്കരമായിട്ടും മുൻതൂക്കം കൊടുത്തിട്ട് അവരുടെ വൈഫിനോ അവരുടെ ലവറിനോ ഒട്ടും പ്രാധാന്യം കൊടുക്കത്തില്ല. ഇവിടെ കരിയർ ആയിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാരുടെ തേർഡ് പാർട്ടി, ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ, അവരായിരിക്കാം തേർഡ് പാർട്ടി. അവർ പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ കേൾക്കുള്ളൂ, അവർ പറയുന്നതിനപ്പുറം ഇവർ കേൾക്കത്തില്ല, അങ്ങനെ ആരുമായിരിക്കാം തേർഡ് പാർട്ടി. അപ്പോൾ ഇപ്പോൾ ഇവരുടെ അവസ്ഥ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഒട്ടും നല്ലതായിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങളെ തന്നെ ഒരു ബന്ധനത്തിലാക്കിയാൽ നിങ്ങൾക്ക് എന്താ തോന്നുക, ഒരു ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അതേപോലെ നിങ്ങളുടെ പേഴ്സണെ ഒരു ബന്ധനത്തിൽ ഇങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ ബന്ധനം പൊട്ടിച്ച് പുറത്ത് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത്. ഇപ്പോൾ തേർഡ് പാർട്ടി ആ സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കുകയാണ് എങ്കിൽ ഇവിടെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെയും കാട്ടി കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടെന്ന് പറയുന്നത് നിങ്ങളെയും കാട്ടി കൂടുതലായിട്ടുള്ളൊരു ബോണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇവർ തമ്മിൽ. ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വരണം, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഹൃദയം തകർന്നു പോയി, ഇനി എനിക്ക് പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം ആഗ്രഹിക്കുകയാണ് എപ്പോഴാണ് എനിക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്തു വരുവാൻ സാധിക്കുക എന്ന്. ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഫിയർ കാരണം അവർ അതിൽ നിന്ന് പുറത്തു വരുവാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഫിയർ മാറ്റി കൊടുക്കേണ്ടത് നിങ്ങളാണ്. റൂട്ട് ചക്രയോ സോളാർ പ്ലെക്സിസ് ചക്രയോ ബ്ലോക്കേജ് കാണും, അതാണ് ആ ഒരു പേടി അവർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷന് എത്രയും പെട്ടെന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ ഒരു സിറ്റുവേഷന് പുറത്ത് വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ അവർക്ക് വേണം. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ മനസ്സിൽ ഒത്തിരി ഇമോഷൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രൂ ഫീലിങ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ.
ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടെ ജീവിതത്തിൽ ആരോ ഉണ്ട്, നിങ്ങൾക്കെതിരെ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ട്. അതായത് നിങ്ങൾക്കെതിരെ ഓരോന്ന് പറഞ്ഞ് ഇവരെ തിരിപ്പിക്കുന്ന ആരോ ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതോ ഒരു വ്യക്തിയുണ്ട്, ഇവർക്കെതിരെ നിങ്ങളെ ഓട് മാനിപ്പുലേറ്റിംഗ് ചെയ്ത് പറയുന്ന രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത് ആവശ്യമില്ലാതെയാണ്. ഇലൂഷൻ വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ട്. അതായത് ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ അവരോട് പറയുന്നുണ്ട്, അതേപോലെ അവർ വിചാരിക്കുന്നു അവർക്കെതിരെ ആരോ നിങ്ങളുടെ ജീവിതത്തിൽ ആരോ പറഞ്ഞു നിങ്ങളെ തിരിപ്പിക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ആൾക്കാരും വഴക്കിടുന്നത് ആവശ്യമില്ലാതെ സ്വയം ഇലൂഷൻ സൃഷ്ടിച്ചാണ് നിങ്ങൾ വഴക്കിടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വഴക്കിടുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വീട്ടിൽ വന്നാൽ തന്നെ നിങ്ങൾ ആവശ്യമില്ല അവരോട് വഴക്കിടും. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നു വീട്ടിൽ വന്നാൽ അപ്പോൾ തന്നെ വഴക്കാണ്, രാത്രി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല, എന്ത് ചെയ്യും, ഓരോ നിമിഷവും തള്ളി നീക്കാൻ എന്ത് പാടാ എന്ന്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്ത് അവരോട് വഴക്കിടുന്നു. അവരും അതേപോലെ നിങ്ങൾ കുറിച്ച് പറഞ്ഞ് നിങ്ങളോടും വഴക്കിടുന്നു. ഇവിടെ നിങ്ങൾ ഇവർക്ക് സ്വൈര്യം കൊടുക്കാത്തത് കാരണം ഇവരിപ്പോൾ വേറൊരു വ്യക്തിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ നിങ്ങൾ വീണ്ടും ഇവരോട് വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയിൽ. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ എന്നേക്കുമായി നിങ്ങളെ വിട്ട് പോകും. കാരണം ആ ഒരു വ്യക്തി, ഇവരിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വച്ചേക്കുന്ന വ്യക്തിയിൽ കൂടുതൽ ബോണ്ട് ക്രിയേറ്റ് ആയാൽ പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവരുടെ കൂടെ ജീവിക്കുക. അതുകൊണ്ട് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുക അവരോട്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ശ്രദ്ധിക്കുക. ആരുടെ എനർജി ആയാലും നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നാണ്. അങ്ങനെ ചിന്തിക്കൂ. പിന്നെ എന്ത് ഒരു ആക്ഷൻ എടുക്കുന്നെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കുക. ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ബാലൻസിലിരിക്കണമെന്നാണ്. നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിച്ച് നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നാണ്. നിങ്ങൾക്ക് ന്യായം തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇലൂഷൻ ക്രിയേറ്റായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു. ഈ ഇലൂഷൻ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റൂ. എന്നിട്ട് നിങ്ങൾ അവരോട് സ്നേഹത്തിൽ പെരുമാറൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. അതായത് എത്ര നമ്മൾ സെപ്പറേഷൻ ആയാലും ഒരുമിച്ചായാലും ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ള ഹോപ്പ് അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹോപ്പ് നിങ്ങളിലും ഉണ്ടാക്കുക. അതായത് എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് അവസാനിക്കും എന്നുള്ള ഹോപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വരുത്തുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫാമിലിയുടെ കാരണം നടക്കുന്ന എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന സമയം അവസാനിക്കും എന്നാണ് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഫാമിലിയാണ് പ്രശ്നമുണ്ടാക്കുന്നത് എങ്കിൽ ആ ഫാമിലി റിലീസായി പോകുമെന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 111144666 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരുമാകാം തേർഡ് പാർട്ടി. പക്ഷേ ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് മദറിൻ്റെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. മദർ ആണല്ലോ ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പോലും അകലുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി കൺവിൻസ് ആകുമെന്നാണ്. അതായത് ശരി, കുഴപ്പമില്ല, നിനക്ക് അവരെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ സമ്മതിച്ചു വിവാഹം കഴിക്കാൻ എന്നുള്ള രീതിയിൽ കൺവിൻസ് ആകുമെന്നാണ് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അമ്മ ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം. പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ട് സ്നേഹം അവർ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ത്രീ. സ്ത്രീയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ അകലുവാൻ നോക്കുമ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒന്നാവലിന് സമ്മതം മൂളുന്നതായിട്ടാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് ഇതുവരെയും വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇപ്പോഴും മറച്ചു വെച്ചൊക്കെയാണ്. കാരണം പേടിയാണ്. ഹാർട്ട് ചക്ര, തേർഡ് ഐ ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞാലല്ലേ നിങ്ങൾ തമ്മിലുള്ള മാരേജ് സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇവർ പേടിച്ചിങ്ങനെ മാറി നിൽക്കുകയാണ്. ഇതുവരെയും അവരോട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട്. അപ്പോൾ 4 നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 4 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.